ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രസിഡന്റായ വ്യക്തി അവിടെ പറഞ്ഞുതരും. വെങ്കടാചലം. വിശ്വാസം രക്ഷിക്കട്ടെ എന്നാണ്. ആ ഡോർ അടച്ചിട്ടൊന്ന് ഇങ്ങോട്ട് വരണം. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പാണന്റെമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവിയാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിട്ടുള്ളത് വെട്ടൂർ വിളഭാഗത്താണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം പാണന്റെമുക്കിൽ പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പോയിട്ടുണ്ട്. അത് നേരത്തെ അദ്ദേഹത്തിന്റെ ഫാദർ ഇരുന്ന സമയത്ത് അവിടെ പോയിട്ടുണ്ട്. അല്ല, വിഷചികിത്സയ്ക്ക് പേര് കേട്ട ഒരു സ്ഥലമാണത്. നമ്മളെ ഈ മേഖലയിൽ ഉള്ളതിൽ വെച്ച് വിഷചികിത്സയ്ക്ക് ഏറ്റവും കൂടുതൽ വിഷവൈദ്യം ആർക്കെങ്കിലും ഒരു വിഷ പ്രശ്നം ഉണ്ടായ ആദ്യം ജബ്ബാർ വൈദ്യരുടെ അടുത്താണ് പോണത്. അത് പണ്ട് കാലമേ എല്ലാവർക്കും ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾക്കും അറിയാം ജബ്ബാർ വൈദ്യൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നും. ജബ്ബാർ വൈദ്യന്റെ പേരാണ്. ജബ്ബാർ വൈദ്യൻ എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെയാണ്, അല്ലാതെ അത് ഇനി ഒരിക്കലും മായത്തില്ല. അപ്പോൾ ഞങ്ങളുടെ കൈവശം മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിൽ ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രസിഡന്റായ വ്യക്തി ആരാണ്? അവിടെ പറഞ്ഞുതരും. പ്രസിഡന്റ് വിവേകിരിയ. വെങ്കടാചലം. അറിയില്ല. കേരളത്തിൽ ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രസിഡന്റായ വ്യക്തി. കേരള ഗവർണർ വിവേകിരി തന്നെന്നാണ് എൻ്റെ വിശ്വാസം. വിശ്വാസം രക്ഷിക്കട്ടെ എന്നാണ്. ആ ഡോർ അടച്ചിട്ടൊന്ന് ഇങ്ങോട്ട് വരണം. അപ്പോൾ ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനം നമ്മളെ വെട്ടൂര് വിളഭാഗം മുക്കിൽ എത്തി. ഞങ്ങൾ ഈ പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ തന്നെ ഇദ്ദേഹം ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. വി ഗിരിയാണ്. വെങ്കടഗിരി വരാഹഗിരി എന്ന വി ഗിരിയാണ്. 1960 മുതൽ 65 വരെ 1960 മുതൽ 65 വരെ കേരളത്തിന്റെ ഗവർണറായിരുന്നു. പിന്നീട് 1969 മുതൽ 74 വരെ ഇന്ത്യയുടെ പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമ്മാനം നേടിയ അണ്ണന്റെ പേരെന്ന് പറയുന്നത് രാമചന്ദ്രൻ. അപ്പൊ ജബ്ബാർ വൈദ്യന്റെ അവിടെയൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്, ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനം ഈ സ്റ്റാൻഡിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തി കൈമാറുകയാണ്. ഓക്കെ. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.